വയനാട് അമരക്കുനിയിൽ രാത്രിയും കടുവയ്ക്കായി തിരച്ചിൽ തുടരുകയാണ്. ഊട്ടിക്കവലയ്ക്കടുത്ത് കടുവയുണ്ടെന്നാണ് സൂചന. തെർമൽ ഡ്രോൺ പറത്തി കടുവയെ നിരീക്ഷിക്കുകയാണ്. മയക്കുവെടി സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി എം കമൽ ഊട്ടിക്കവലയ്ക്കടുത്ത് നിന്ന് തന്നെ ചേരുന്നുണ്ട്. കമൽ, കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഇപ്പോൾ തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്ന് തന്നെ കടുവയെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? വൈകിട്ടോടെയാണ് ഈ പ്രദേശത്തിന് തൊട്ടടുത്ത തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഒരു ഇഞ്ചിപ്പാടത്ത കടുവയുണ്ടെന്ന നാട്ടുകാരിൽ ചിലർ കണ്ടതിനെ തുടർന്ന് ദൗത്യസംഘം അങ്ങോട്ട് പാഞ്ഞെത്തുകയായിരുന്നു. വനംവകുപ്പും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. തുടർന്ന് മയക്കുവെടി സംഘവും 6 മണിയോടെ തന്നെ സ്ഥലത്തെത്തി. ഇപ്പോഴും രണ്ട് തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് കടുവയുടെ മൂവ്മെന്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദൗത്യസംഘം. മയക്കുവെടി വെക്കുകയോ അല്ലെങ്കിൽ 4 സ്ഥലത്തായി കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് ഭാഗങ്ങളൊക്കെ വളഞ്ഞ് കടുവയെ ഈ കൂടിനടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി തെരച്ചിൽ സംഘം നടത്തുന്നുണ്ട്. അനുയോജ്യമായ സ്ഥലത്ത് കിട്ടിയാൽ രാത്രിയാണെങ്കിലും മയക്കുവെടി വെക്കുമെന്ന് DFO ഉച്ചയ്ക്ക് തന്നെ വ്യക്തമാക്കിയിരുന്നു. രാത്രിയെന്നോ പകലെന്നോ നോക്കുന്നില്ല. ഇനി കിട്ടിയാലുടൻ മയക്കുവെടി എന്നതാണ് വനംവകുപ്പ് സ്ഥിരീകരിച്ചത്. എന്താണെങ്കിലും കൂടുകളുടെ അടുത്തേക്ക് കടുവ എത്തുന്നുണ്ടോ എന്ന് തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും ഊട്ടിക്കവലയിൽ വളരെ സജീവമായി തന്നെ ദൗത്യസംഘം എല്ലാ ഭാഗത്തും തിരച്ചിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം പോലീസും കാവലിനായി എത്തിയിട്ടുണ്ട്. ഈ വഴിയുള്ള ഗ്രാമീണ റോഡുകളിലെ ഗതാഗതം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ശുഭപ്രതീക്ഷയിലാണ് ദൗത്യസംഘവും അതുപോലെ ഇവിടുത്തെ നാട്ടുകാരും. ഇന്ന് രാത്രി തന്നെ കടുവയെ പിടികൂടാനാകും അല്ലെങ്കിൽ കൂട്ടിലടയ്ക്കാനാകും എന്നാണ് പ്രതീക്ഷ. കമൽ, കണ്ടെത്തിയാൽ ഉടനെ മയക്കുവെടി വെക്കാനാണ് തീരുമാനമെങ്കിലും ഈ രാത്രിയാകുമ്പോൾ അതൊരു പ്രതിസന്ധിയാകില്ല. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം എടുത്തിട്ടുണ്ടോ? രാത്രികാലത്ത് മയക്കുവെടി വെക്കുക എന്നത് ദുഷ്കരമാണ്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് സാഹചര്യം അനുകൂലമാണെങ്കിൽ രാത്രി എന്നത് നോക്കില്ല, മയക്കുവെടി വെക്കും. പക്ഷേ ഇപ്പോഴും കൂടിനടുത്തേക്ക് കടുവയെ എത്തിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. 9-ാം തീയതിക്ക് ശേഷം കടുവ തീറ്റയെടുത്തിട്ടില്ല. അതിനുശേഷം 2 ആടുകളെ കൊന്നെങ്കിലും വീട്ടുകാർ ബഹളം വെച്ചതോടെ കടുവ ഓടിമറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിശന്ന് വലഞ്ഞു നിൽക്കുന്ന കടുവ കൂടിനടുത്തേക്ക് എത്തിയാൽ കൂട്ടിൽ അകപ്പെടും എന്നൊരു പ്രതീക്ഷ ദൗത്യസംഘത്തിനുണ്ട്. അതിനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പക്ഷേ മയക്കുവെടി സംഘവും പിന്നാലെയുണ്ട്. തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് കടുവയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് മയക്കുവെടി സംഘവും പിന്നാലെയുണ്ട്. എന്തായാലും ഏതു വിധേനയും കടുവയെ പിടികൂടാനുള്ള ശ്രമം തന്നെയാണ് ദൗത്യസംഘം നടത്തുന്നത്. ശരി, ഊട്ടിക്കവലയ്ക്കടുത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടെത്തിയാൽ ഉടനെ മയക്കുവെടി വെക്കാൻ തന്നെയാണ് സംഘത്തിന്റെ തീരുമാനം. കമലാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.